നമസ്കാരം. ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷത്തെ അക്കൗണ്ടൻസിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം. അക്കൗണ്ടൻസിയുടെ 1ാമത്തെ ചാപ്റ്റർ അക്കൗണ്ട്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അതറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന പ്രശസ്തമായ ഫുട്ബോൾ ക്ലബിൻ്റെ വെബ്സൈറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ വെബ്സൈറ്റിൽ ആ ക്ലബിൻ്റെ ചാർട്ടർ, അതിൻ്റെ നിയമാവലികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ചാർട്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ചാർട്ടറിൽ നോക്കിയാൽ ഈ ക്ലബ്ബ് എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഫുട്ബോൾ കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ വിഷൻ ഈസ് ടു ബി ദ ബെസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബ് ഇൻ ദ വേൾഡ് ബോത്ത് ഓൺ ആൻഡ് ഓഫ് ദി പിച്ച്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബായി മാറുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ക്ലബിലൂടെ ഒരുപാട് കായിക താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെയൊക്കെ വാർത്തെടുക്കാനുള്ള അവരുടെ ശ്രമമാണ്. അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ എവരി വൺ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് കമ്മിറ്റഡ് ടു പ്രൊവൈഡിങ് എക്സെപ്ഷണൽ ലെവൽ ഓഫ് സർവീസ്. അപ്പോൾ അവർ പ്രധാനമായിട്ടും സർവീസ്, സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ രൂപീകരിച്ചിട്ടുള്ളത് എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മളവിടെ കണ്ടു. ഒന്ന്, ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ പ്രോത്സാഹിപ്പിക്കുക, ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുക. 2, സേവനം പ്രദാനം ചെയ്യുക എന്നുള്ളത്. ഈ പ്രവർത്തനത്തിന് പുറമെ അവർ അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാം ഷോപ്പ് സർവീസ്. അതായത് നമ്മളൊരു ആമസോണിൻ്റെ അല്ലെങ്കിൽ മിന്ത്ര അതുപോലെയുള്ള ഒരു ഓൺലൈൻ പർച്ചേസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതുപോലെ നമുക്ക് കാണാം. അപ്പോൾ അവർക്ക് ചില ബിസിനസ് പ്രവർത്തനങ്ങൾ, കച്ചവടവും കൂടെ അവരവിടെ നടത്തുന്നുണ്ടെന്ന് കാണാം. പക്ഷേ ഇതൊരു സാധാരണ ലാഭമുണ്ടാക്കുക എന്ന ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല അവർ നടത്തുന്നത്. അവിടെ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്, പരിശീലന പരിപാടികളുണ്ട്, ഫാഷൻ ഐറ്റംസ്, എക്യുപ്മെൻറ്റ്സ്, ഹോം വെയർ, സുവനീർ, ക്ലിയറൻസ്, അങ്ങനെ കുറേ ലിങ്കുകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അതിൽ ഷോപ്പ് നൗ എന്നൊരു ബട്ടണിൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഒരു ടീഷർട്ട്, ജേഴ്സി വിൽക്കുന്നത് നമുക്ക് അവിടെ കാണാം. ആ ജേഴ്സിയുടെ വില നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവിടെ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. $50 സാധനങ്ങൾ അവർ വിൽക്കുന്നത് $45. അപ്പം സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ലാഭത്തിന് വേണ്ടിയിട്ടല്ല അത് വിൽക്കുന്നത് മനസ്സിലാവും. അത് യുണൈറ്റഡ് ഫോർ ദി ഹീറോസ് ചാരിറ്റി, അവിടെ ടൈറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. യുണൈറ്റഡ് ഫോർ ദി ഹീറോസ് ചാരിറ്റി ടീഷർട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സേവനം നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കുറേ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് നമുക്ക് കാണാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഫുട്ബോൾ ക്ലബിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അവർ പറയുന്നുണ്ട് എന്തിനാണ് ആ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത്. ഫുട്ബോൾ കളിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനവും ഒക്കെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സർവീസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ അവർ ചില വിൽപ്പനകൾ നടത്തുന്നതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സ്ഥാപനങ്ങൾ, ചില കച്ചവട സ്ഥാപനങ്ങൾ സേവനം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില കച്ചവടേതര സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ ചില സേവനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില സ്ഥാപനങ്ങൾ. അതെ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, ആശുപത്രികൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കലാകേന്ദ്രങ്ങൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ വിഭാഗം ആളുകളുടെ, ഇപ്പൊ കലയാണെങ്കിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവര് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന്, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ലാഭമുണ്ടാക്കലല്ല, മറിച്ച് സേവനം പ്രദാനം ചെയ്യും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സവിശേഷത പ്രൊവൈഡിങ് സർവീസസ് ടു എ സ്പെസിഫൈഡ് ഗ്രൂപ്പ് എന്ന്. അവര് ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾക്ക് സർവീസ് പ്രദാനം ചെയ്യും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഫുട്ബോൾ കളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യലാണ്. ആശുപത്രിയാണെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള ആരോഗ്യ പരിരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അവരുടെ സ്പെസിഫിക് ആ ഒരു ഗ്രൂപ്പ്, മതപരമായിട്ടുള്ള ആ ഒരു വിഭാഗത്തിന്റെ ആവശ്യമായിട്ടുള്ള ചില സേവനങ്ങൾ പ്രദാനം ചെയ്യലാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ ഒന്നാമത്തേത് അവരുടെ പ്രൊവൈഡിങ് സർവീസസ് ടു ദി സ്പെസിഫൈഡ് ഗ്രൂപ്പ്, ഒരു പ്രത്യേക വിഭാഗത്തിന് സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സവിശേഷത അവരെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രൂപീകരിക്കുക, അല്ലാതെ ഒരു ബിസിനസ് ആയിട്ടല്ല അവരുടെ രൂപീകരണം ഉണ്ടാവുക, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടൊക്കെയാണ് അവർ രൂപീകരിക്കുക. അതിൽ ചേരുന്ന ആളുകള് അവരെ പറയുന്നത് മെമ്പേഴ്സ് എന്നാണ് അവരെ നമ്മൾ പറയുക. ചാരിറ്റബിൾ സൊസൈറ്റിയിലുള്ള ഇത്തരം ആളുകളെ നമ്മൾ മെമ്പേഴ്സ് എന്ന് വിളിക്കും. ആ മെമ്പേഴ്സ് നിശ്ചിത എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ഫീ ആയിട്ട് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് കൊടുത്തുകൊണ്ടാണ് ഇതിൽ അംഗങ്ങളായി ചേരുക. ഈ അംഗങ്ങളെ നമ്മൾ പൊതുവായിട്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അംഗങ്ങളാകുന്നത് കൊണ്ട് തന്നെ ഇതിൽ അംഗങ്ങളെ നമ്മൾ വിളിക്കുന്നവർ സബ്സ്ക്രൈബേഴ്സ് എന്നാണ്. മൂന്നാമത്തെ സവിശേഷത, ഇത് മാനേജ് ചെയ്യുന്നത് ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ്. ഇറ്റ്സ് മാനേജ്ഡ് ബൈ എ മാനേജിംഗ് കമ്മിറ്റി. അതില് ഇലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങളാണ്, ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാകുക, എന്നിട്ട് അത് ഇലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങളാണ് ഈ സൊസൈറ്റിയെ അല്ലെങ്കിൽ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ഇലക്ടഡ് മെമ്പേഴ്സ്. നാലാമത്തെ സവിശേഷത, ഇതിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇവർക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ട് മൂലധന സമാഹരണം, സാധാരണ ബിസിനസ് നടത്തുന്ന മൂലധന സമാഹരണം പോലെ ചെയ്തുകൊണ്ട് ഷെയറോ ഡിബഞ്ചറോ ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇവർക്ക് മൂലധനം സമാഹരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യ, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻസ്, ആളുകൾ സംഭാവന കൊടുക്കുന്നത്. ഇപ്പൊ ക്ലബുകൾക്കൊക്കെ സംഭാവന കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സംഭാവന കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഡൊണേഷൻസ്, ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫ്രം ഗവൺമെന്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്രാൻഡുകൾ, ആനുകൂല്യങ്ങൾ, വായനശാലകളൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രാൻഡുകൾ, ലെഗസി, ഡൊണേഷൻ, ഇതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ കാണും. ലെഗസീസ്, ഡൊണേഷൻ, അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ. അപ്പൊ സാധാരണ ബിസിനസ്സിന് വ്യത്യാസമാണ് ഇവരുടെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണുള്ളത്. ഇനി ഇങ്ങനെ കിട്ടുന്ന ഫണ്ട്, ഇവർക്ക് ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ കിട്ടുന്ന ഫണ്ട്, ആ വരുമാന മാർഗങ്ങളെ നമ്മൾ സാധാരണ ഒരു ബിസിനസ് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ ഒക്കെ, ഷെയർ ഡിബഞ്ചർ ഇതിലൂടെയൊക്കെ കിട്ടുന്ന ഫണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫണ്ടിലേക്കാണ് വെക്കുക. നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കണ്ടില്ലേ, ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് നമ്മൾ കാണും. പക്ഷെ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബിസിനസ് ആണെങ്കിൽ, അത്തരം ബിസിനസിന്റെ റേസ് ചെയ്യുന്ന ഫണ്ട് ക്യാപിറ്റലിലേക്കല്ല, മറിച്ച് ക്യാപിറ്റൽ ഫണ്ട് എന്ന പേരിൽ അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന പേരിലാണ് കാണിക്കുക. ഇപ്പൊ ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻസ് ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്.
ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്നോ ക്യാപിറ്റൽ എന്നോ അല്ല കാണുക, മറിച്ച് അവരുടെ മൂലധനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ട് അഥവാ ജനറൽ ഫണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം നമുക്ക് വരും, ഇത്തരം ബിസിനസ്സിന് ലാഭം ഉണ്ടാവില്ലേ? നേരത്തെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അവര് ചില കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അവര് കളികൾ നടത്തുന്നതിൽ, ടൂർണമെന്റ് നടത്തുന്നതിലൂടെയൊക്കെ അവർക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ട്, ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം, ഈ വരുമാനം ലാഭം ഉണ്ടാക്കില്ലേ എന്ന് തോന്നാം, ഇവർക്ക് ലാഭം കിട്ടില്ലേ എന്ന് തോന്നാം. ചിലപ്പോഴൊക്കെ ഇവരുടെ ചിലവിനേക്കാൾ കൂടിയ തുക വരുമാനമായിട്ടൊക്കെ കിട്ടും. ഇപ്പൊ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ടൂർണമെന്റിന് ചിലവായ തുകയേക്കാൾ കൂടിയ വരുമാനം ഇവർക്ക് കിട്ടും, ടിക്കറ്റ് വിറ്റിട്ടൊക്കെ കിട്ടും. പക്ഷെ ആ തുകയെ നമ്മളൊരു ബിസിനസ്സിലാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട്, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ആ മിച്ചം തുകയെ നമ്മൾ വിളിക്കുന്ന പേര് സർപ്ലസ് എന്നാണ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ചിലവ് കഴിഞ്ഞ് കിട്ടുന്ന അധിക വരുമാനത്തെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് എന്നല്ല, മറിച്ച് സർപ്ലസ് എന്നാണ്, മിച്ചം എന്നാണ് ഇത് പറയാം. അതേപോലെ തന്നെ ഇവർക്ക് ചെലവാകുന്ന തുക അവർക്ക് കിട്ടിയ വരുമാനത്തെക്കാൾ കൂടുതലാണെങ്കിൽ, ചെലവ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവിടെ നഷ്ടമാണ്. സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അതിനെ ലോസ് എന്ന് വിളിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ബിസിനസ് ഓർഗനൈസേഷൻ അല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഡെഫിസിറ്റ് എന്നാണ്. കമ്മി അഥവാ ഡെഫിസിറ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന അധിക വരുമാനം നമ്മൾ വിളിക്കുന്ന പേര് സർപ്ലസ് എന്നാണ്. ഈ സർപ്ലസ് ഇവരുടെ അംഗങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കില്ല. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭം അതിലെ ഉടമസ്ഥർ വീതം വെച്ചെടുക്കും, എന്നിട്ട് അത് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അധികം വന്ന, മിച്ചം വന്ന തുക അഥവാ സർപ്ലസ് എന്ന് പറയുന്ന തുക അവരുടെ അംഗങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നില്ല. സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി മെമ്പേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അത് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് വെച്ചിട്ട് തുടർന്നുള്ള വർഷങ്ങളിലെ പ്രവർത്തന മൂലധനമായിട്ട് അത് മാറ്റിവെക്കുക. ഒരിക്കലും അംഗങ്ങൾക്ക് കൊടുക്കില്ല. കാരണം ഇതിൽ ചേരുന്ന അംഗങ്ങളൊന്നും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ അധിക വരുമാനം അഥവാ സർപ്ലസ് അംഗങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതല്ല. നമ്മൾ ഏഴാമത്തെ സവിശേഷത നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു സാധാരണ ഒരു ബിസിനസിനെ സംബന്ധിച്ച് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക, നല്ല പേരുണ്ടാക്കിയെടുക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. പക്ഷേ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സൽപ്പേര് ഉണ്ടാക്കിയെടുക്കുന്നത് അവര് സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവര് കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുകയാണ്. ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ സമൂഹത്തിന് നല്ലൊരു ക്ഷേമം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ആ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ലൊരു റെപ്യൂട്ടേഷൻ കിട്ടുന്നു. അങ്ങനെയാണ് ആ സ്ഥാപനത്തിന് റെപ്യൂട്ടേഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അല്ലാതെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടോ കൂടിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടോ കുറെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടോ അല്ല ഒരു ബിസിനസ്, അല്ലെങ്കിൽ കുറെ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല ഇത്തരം സ്ഥാപനങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ നേടിയെടുക്കുന്നത് അവരിടപെടുന്ന സമൂഹത്തിന് എന്തെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എട്ടാമത്തെ സവിശേഷത, നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിലെ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അല്ലേ, അക്കൗണ്ട്സ്. കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ അക്കൗണ്ട്സ് ഏതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഓർത്തെടുക്കുന്നുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്തു, ലെഡ്ജർ, പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ അതിൻ്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൺസേണിനെ സംബന്ധിച്ച് ഫൈനൽ അക്കൗണ്ട് അതിൻ്റെ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഇവിടെയും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, ബുക്കും റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് അതിൻ്റെ അംഗങ്ങൾക്ക് അതിൻ്റെ കണക്കുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ഒരു വായനശാലയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളാണെങ്കിൽ, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, അവിടെയൊക്കെ അവർക്ക് അതിൽ ചേർന്ന അംഗങ്ങൾക്ക് ആ സ്ഥാപനത്തിൻ്റെ കണക്കുകളെക്കുറിച്ച് അറിയണം.
അപ്പോൾ അംഗങ്ങൾക്ക് കണക്കുകൾ അറിയുന്നതിന് വേണ്ടിയിട്ടും നിയമപ്രകാരമുള്ള നിർബന്ധമുള്ളത് കൊണ്ടുമാണ് ഈ സ്ഥാപനങ്ങൾ ഇതിൻ്റെ കണക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ബുക്ക് ഓഫ് അക്കൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യണം. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ടു മീറ്റ് ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. നിയമപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് അവർ അവരുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഏതൊക്കെ തരം സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ കണ്ടു. ഇനി നമ്മളതിൻ്റെ ഫൈനൽ അക്കൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട ഫൈനൽ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ട്രേഡിംഗ് കൺസേൺ, നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ബിസിനസ് കൺസേൺ എടുത്താൽ അതിൻ്റെ ഫൈനൽ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കൂ. ശരിയാണ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ബാലൻസ് ഷീറ്റ് അഥവാ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 3 അക്കൗണ്ടുകൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. എന്നാൽ ഈ വർഷം നമുക്ക് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫൈനൽ അക്കൗണ്ടിനെ ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ പ്രോഫിറ്റ് ഇല്ല, ലോസ് ഇല്ല, മറിച്ച് സർപ്ലസും ഡെഫിസിറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫൈനൽ അക്കൗണ്ടുകൾ ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ ആയിരിക്കില്ല. ഇവിടെ പ്രധാനമായിട്ടും 3 ഫൈനൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരയ്ക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. രണ്ടാമത്തേത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മൂന്നാമത്തേത് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ആദ്യം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് ബുക്ക്. നമ്മൾ ആ പേര് കേൾക്കും മനസ്സിലാവും. ഒരു ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡ് ഓർത്ത് നോക്കിയാൽ മതി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡ് ഓർത്താൽ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് കാണാം, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സും കാണാം. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ റെസിപ്റ്റും പേയ്മെൻറ്റും കാണിക്കുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ഇവിടെ നമ്മുടെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ റെസിപ്റ്റും പേയ്മെൻറ്റും അക്കൗണ്ടും കാണിക്കുന്ന അക്കൗണ്ടിൻ്റെ പേര് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ സാധാരണ ഒരു ക്യാഷ് ബുക്ക് ആരംഭിക്കുന്നത് പോലെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കാണിക്കും. ബാലൻസ് ബ്രോഡ് ഡൗൺ. നിലവിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് കാണിക്കാം. ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇനി പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ വന്ന ക്യാപിറ്റൽ ഫണ്ടായിട്ട് വരുന്ന എന്തൊക്കെയാണോ ക്യാഷായിട്ട് വന്നിട്ടുള്ളത് അതാണ് കാണുക. അപ്പോൾ നിലവിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ആദ്യത്തെ ഐറ്റം. അതേപോലെ ഇറ്റ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. രണ്ടാമത്തേത് എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെൻറ്റ്സും ഇതിനകത്ത് എഴുതും. എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെൻറ്റ്സും ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. All cash receipts are recorded on the debit side of this receipts and payment account, and all cash payments are recorded on the credit side of this receipts and payment account.
റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അഥവാ റെസിപ്റ്റ് സൈഡിൽ എല്ലാ ക്യാഷ് റെസിപ്റ്റും, പേയ്മെൻറ്റ് സൈഡിൽ എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും എഴുതും. ഇവിടെ എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും എന്ന് പറയാൻ കാരണം ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഒന്ന് ക്യാപിറ്റൽ റെസിപ്റ്റ്, 2 റവന്യൂ റെസിപ്റ്റ്, 3 ക്യാപിറ്റൽ പേയ്മെൻറ്റ്, 4 റവന്യൂ പേയ്മെൻറ്റ്. ഇപ്പോൾ റെസിപ്റ്റ് 2 തരത്തിലാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്. പേയ്മെൻറ്റ് 2 തരത്തിൽ, ക്യാപിറ്റൽ പേയ്മെൻറ്റ്, റവന്യൂ പേയ്മെൻറ്റ്. ദീർഘകാലാടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു റെസിപ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ് വിളിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ കിട്ടുന്ന വരുമാനമാണെങ്കിൽ, റെസിപ്റ്റ് ആണെങ്കിൽ അതിനെ ഒരു വർഷത്തിനുള്ളിലേക്കുള്ള ഒരു വരുമാനമാണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്, റവന്യൂ പേയ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ദീർഘകാലാടിസ്ഥാനത്തിൽ ചിലവായ തുകയെ ക്യാപിറ്റൽ പേയ്മെൻ്റ് എന്നും ഒരു വർഷത്തേക്ക് വേണ്ടി ചിലവാക്കിയ തുകയെ റവന്യൂ പേയ്മെൻ്റ് എന്നും വിളിക്കാം. അപ്പോൾ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും എഴുതും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ റെസിപ്റ്റും എഴുതുന്നു പറഞ്ഞത്. ദീർഘകാലത്തേക്കുള്ള റെസിപ്റ്റ് ആയാലും ഹ്രസ്വകാലത്തേക്കുള്ള റെസിപ്റ്റ് ആയാലും അത് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. അതുപോലെ തന്നെ ദീർഘകാലത്തേക്കുള്ള പേയ്മെൻ്റ് ആയാലും ഹ്രസ്വകാലത്തേക്കുള്ള പേയ്മെൻ്റ് ആയാലും എല്ലാത്തരം പേയ്മെൻറ്റും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലും എഴുതും. മൂന്നാമത്തെ സവിശേഷത, യഥാർത്ഥത്തിൽ ക്യാഷായിട്ട് കിട്ടിയത് മാത്രമേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതത്തുള്ളൂ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, പോക്കറ്റിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ അതായത് ഒരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടാവും അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ ചില ഐറ്റംസ് ഡിപ്രിസിയേഷൻ എഴുതിയിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ? ഇല്ല, തേയ്മാന ചിലവാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവഴിച്ചിട്ടില്ല. ചിലവായിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അതൊരു ചിലവാണ്. ആ ചിലവ് പേയ്മെൻറ്റ് സൈഡിൽ എഴുതാൻ പറ്റുമോ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പേയ്മെൻറ്റ് സൈഡിൽ എഴുതാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ പേയ്മെൻറ്റ്. യഥാർത്ഥത്തിലുള്ളൊരു പേയ്മെൻ്റ് അല്ല. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, ശമ്പളം കൊടുക്കാൻ ബാക്കിയുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓർമ്മയുണ്ടല്ലോ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. യഥാർത്ഥത്തിൽ പൈസ, ആ കൊടുക്കാൻ ബാക്കിയുള്ള പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടില്ല. അപ്പോൾ അത് പേയ്മെൻറ്റ് സൈഡിൽ എഴുതണോ? വേണ്ട. അക്രൂഡ് ഇൻകം, നമുക്ക് പിരിഞ്ഞ് കിട്ടാനുള്ളൊരു വരുമാനമാണല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടിയോ പൈസ? ഇല്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഇനം റെസിപ്റ്റായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ആക്ച്വൽ റെസിപ്റ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ ചില ഐറ്റംസ് നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതാൻ പറ്റില്ല. കാരണം അത് ആക്ച്വൽ റെസിപ്റ്റോ ആക്ച്വൽ പേയ്മെൻറ്റോ അല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവായ തുക, യഥാർത്ഥത്തിൽ നമ്മളുടെ കയ്യിലേക്ക് വന്ന തുക മാത്രമാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നത്. ക്യാഷ് ആയിട്ട് കിട്ടിയതും ക്യാഷ് ആയിട്ട് കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നത്. മറ്റൊരു സവിശേഷത നോക്കിയാൽ, ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓരോ വർഷവും അവസാനമാകുമ്പോൾ ബാലൻസ് ചെയ്യും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. നമുക്കറിയാലോ, ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും എല്ലാ വർഷവും അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ബാലൻസ് ചെയ്യാറുണ്ട്. ബാലൻസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് ആണെങ്കിൽ
എപ്പോഴും നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാഷ് ബാലൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ സീറോ ബാലൻസ്. ബാങ്ക് ബാലൻസ് ആണെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസും ആവാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ക്രെഡിറ്റ് ബാലൻസും ആവാം. അപ്പോൾ എല്ലാ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. മറ്റൊരു സവിശേഷത, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രിപ്പറേഷൻ, അതിൻ്റെ സവിശേഷത നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫംഗ്ഷനും കൂടെ ചെയ്യുന്നു. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്യാഷ് ബുക്കിൻ്റെ ആവശ്യമില്ല. ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് എ ക്യാഷ് ബുക്ക്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് ബുക്ക്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്, ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇത് ക്യാഷ് ബുക്കിൻ്റെ പർപ്പസും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വേറെ ഒരു ക്യാഷ് ബുക്ക് പ്രത്യേകമായിട്ട് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഓരോ ഐറ്റവും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കി വിലയിരുത്തുക. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു 2 സൈഡാണ്. ഒന്ന് റെസീറ്റ് സൈഡ് ഉണ്ട്, മറ്റൊന്ന് പേയ്മെൻറ്റ് സൈഡ് ഉണ്ട്. അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് റെസീറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡാണ്. എന്തൊക്കെ തരം റെസീപ്റ്റാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ളത് എന്ന് നമുക്ക് കാണാം. എന്തൊക്കെ തരം പേയ്മെൻറ്റ്സ് ആണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലുള്ളത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഒന്ന് ഓർത്തെടുത്താൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വെച്ച് ഓർത്തെടുത്താൽ നിങ്ങൾക്ക് ജനറലായിട്ട് 4 ഹെഡിങ്ങിൽ നമുക്കിത് പറയാൻ പറ്റും. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അല്ല, കോമൺ ആയിട്ട് നമുക്ക് പറയാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? റെസീറ്റും പേയ്മെൻറ്റും. ഇനി അതിനെ ഒന്നും കൂടെ വിശദമാക്കി പറഞ്ഞാൽ ഏതൊക്കെ തരം റെസീപ്റ്റ് ഉണ്ട്? ദീർഘകാലത്തേക്കുള്ള റെസിപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ഹ്രസ്വകാലത്തേക്ക് കിട്ടുന്ന റെസിപ്റ്റിന് റവന്യൂ റെസിപ്റ്റ്. ഇപ്പോൾ 2 തരം റെസിപ്റ്റായി, ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും. പേയ്മെൻറ്റ് സൈഡിൽ റൈറ്റ് ക്യാപിറ്റൽ പേയ്മെൻറ്റ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്. അപ്പോൾ ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്. ഇനി ഓരോ ഐറ്റവും നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് റെസീപ്റ്റ് സൈഡിൽ വരുന്ന റവന്യൂ റെസിപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റവന്യൂ റെസിപ്റ്റ് ഡൊണേഷൻ. ഞാൻ പറഞ്ഞു ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ക്ലബ്ബുകളുടെ, സ്കൂളുകളുടെ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, അല്ലെ വൃദ്ധസദനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അഗതി മന്ദിരങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഡൊണേഷനാണ്. ഡൊണേഷൻ ദീർഘകാലത്തേക്കാണോ കിട്ടുന്നത്? അല്ല, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പിരിവുകളല്ലേ, അത് ഹ്രസ്വകാലത്തേക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ആ ഡൊണേഷൻ ഒന്നും പറയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല എങ്കിൽ, അത് ദീർഘകാലത്തേക്ക് കിട്ടിയൊരു സംഭാവനയാണ് എന്ന് സൂചിപ്പിക്കുന്നില്ല എങ്കിൽ, ആ ഡൊണേഷൻ എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റാണ്, ഹ്രസ്വകാലത്തേക്ക് കിട്ടിയ പിരിവാണ് ഡൊണേഷൻ. ഗ്രാൻറ്റുകൾ, ആനുകൂല്യങ്ങൾ കിട്ടൂലേ, സർക്കാരിൽ നിന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാൻറ്റുകൾ കിട്ടുന്നില്ലേ, അത് റവന്യൂ റെസിപ്റ്റാണ്. ലെഗസി, നേരത്തെ സൂചിപ്പിച്ചിരുന്നു ലെഗസി എന്നുള്ള ഐറ്റം. ഒരു വ്യക്തി അയാളുടെ വിൽപ്പത്രത്തിൽ അയാളുടെ സമ്മതപ്രകാരം എഴുതി വെച്ചിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ദാനം നൽകാൻ വേണ്ടി വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ, ആ വിൽപ്പത്രത്തിലെ കരാർ പ്രകാരം ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന
സ്വത്തുക്കളെ അല്ലെങ്കിൽ അതിൻ്റെ ധനത്തെയാണ് നമ്മൾ ലെഗസി എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ റെസിപ്റ്റ് ആസ് പെർ ദി വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. വിൽ എന്ന് പറയുന്നത് നമ്മൾ ഒസ്യത്ത് വിൽപത്രം എന്നൊക്കെ പറയുമല്ലോ. അപ്പം വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന തുക ഒരു സ്ഥാപനത്തിന് ദാനമായി കിട്ടിക്കഴിഞ്ഞാൽ അത് ലെഗസിയാണ്, അതൊരു റവന്യൂ റെസിപ്റ്റാണ്. മറ്റൊരു റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ലോക്കർ റെൻ്റാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില സ്ഥാപനങ്ങളുടെയൊക്കെ ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിന് വരുന്ന ആളുകളുടെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലഗേജുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില വാല്യുബിൾസ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്കർ ഫെസിലിറ്റീസ് നമുക്ക് കാണാം. ആ ലോക്കറിന് ഒരു ചെറിയ വാടക അവർ ഈടാക്കും. ഇപ്പം ലോക്കർ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, വണ്ടർലായിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പിൽ നമ്മുടെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ചെറിയ ചെറിയ പെട്ടികൾ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ലോക്കർ എന്ന് പറയുന്നത്. ബാങ്കിൽ കണ്ടിട്ടില്ലേ ലോക്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോക്കറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സ്വർണ്ണമൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ലോക്കർ സൗകര്യങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ലോക്കറിന് ചെറിയൊരു വാടക ഈടാക്കും. ആ വാടകയെ ലോക്കർ റെൻ്റ് എന്ന് വിളിക്കാം. അതൊരു റവന്യൂ റെസിപ്റ്റാണ്. അതുപോലെ നമുക്ക് ക്ലോക്ക് റൂമുകൾ, ഇതേപോലെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോക്ക് റൂമുകൾ കാണാം. ഈ ബസ് സ്റ്റാൻഡിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലോക്ക് റൂമുകൾ കാണാം. ക്ലോക്ക് എന്ന് പറയുന്നത് CLOAK ക്ലോക്ക് റൂമാണ്, CLOCK അല്ല ക്ലോക്ക് റൂം എന്ന് പറയുന്നത്. അതായത് ഈ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ചെറിയ വാടക അവർ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലോക്ക് റൂം റെൻ്റ് എന്ന് പറയാം. ആ ക്ലോക്ക് റൂം റെൻ്റ് കിട്ടുന്നതും ഒരു റവന്യൂ റെസിപ്റ്റാണ്. ഇനി റിഫ്രഷ്മെൻറ്റുകൾ വിറ്റിട്ട് ഇപ്പം ഗെയിംസൊക്കെ നടത്തുക, മത്സരങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൾച്ചർ പ്രോഗ്രാം നടത്തുക, അത്തരത്തിലുള്ള ഈവൻറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഈവൻറ്റുകൾക്കിടയിൽ റിഫ്രഷ്മെൻറ്റുകൾ വിതരണം ചെയ്യുക, ലഘുപാനീയങ്ങൾ, സ്നാക്സ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ആ റിഫ്രഷ്മെൻറ്റുകളൊക്കെ വിറ്റ് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊരു റവന്യൂ റെസിപ്റ്റാണ്. റെസിപ്റ്റ് ഓൺ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഏത് ഇനങ്ങളെയും നമുക്ക് റവന്യൂ റെസിപ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇനി റെസിപ്റ്റ്, രണ്ടാമത്തെ തരം റെസിപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഇപ്പം നമുക്കൊരു വരുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടുന്നു, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഭാവിയിൽ വർഷങ്ങളിലും കൂടെ കിട്ടും. ഇപ്പം വാടക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു കുറച്ച് കാലത്തേക്കുള്ള സർവീസിനുള്ള ഇൻകമാണ്. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഇൻകം കിട്ടുന്നു, അതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് ഭാവിയിലുള്ള കാലങ്ങളും കൂടെ കിട്ടുകയാണെങ്കിൽ അത് നമുക്കൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ലോങ് റണ്ണിലേക്കുള്ള റെസിപ്റ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ കീഴിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഡൊണേഷൻ ഫ്രം ഔട്ട്സൈഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് സംഭാവന കിട്ടുക. ഇപ്പം വലിയൊരു കെട്ടിടം പണിയുക, അല്ലേ, നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒരു സ്ഥാപനം, ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഒരാൾ നമുക്ക് ഡൊണേഷൻ തരിക. അപ്പോൾ ആ കിട്ടിയ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തീരില്ല, ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് ഭാവിയിലും കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ ദീർഘകാലത്തിലേക്ക് ഒരു അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും നമുക്കൊരു ഡൊണേഷൻ സംഭാവന തന്നിട്ടുണ്ടെങ്കിൽ, ദീർഘകാല അടിസ്ഥാനത്തിൽ തന്ന സംഭാവനയാണ് എങ്കിൽ ആ സംഭാവനയെ നമുക്ക് ഡൊണേഷൻ എന്ന കാറ്റഗറിയിൽ ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ എഴുതാൻ പറ്റും. ഇനി ലോണ് എടുക്കുക, ദീർഘകാലത്തേക്ക് വായ്പ എടുക്കുക, അത് റെസിപ്റ്റാണ് അല്ലേ. നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു 5 വർഷത്തേക്ക് ലോൺ എടുത്തു. അപ്പോൾ ആ ലോണ് 5 വർഷത്തേക്കുള്ള ലോൺ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു ക്യാപിറ്റൽ നേച്ചറുള്ള റെസിപ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. ലോൺ ഫ്രം ബാങ്ക്സ് ഓർ അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കിട്ടിയത് നമുക്ക് റെസിപ്റ്റായിട്ട് കാണിക്കാം. ഇനി ചില ആളുകൾ, ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നത് ആണ് ഇതിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു. ചില ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കാണാം ലൈഫ് മെമ്പർഷിപ്പ് എടുക്കും, ആജീവനാന്തകാല അംഗത്വം. ഒരു വായനശാലയാണ്, ആ വായനശാലയിൽ ആജീവനാന്ത കാലത്തേക്ക് അയാൾ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റെസിപ്റ്റ് ദീർഘകാലത്തേക്ക് കിട്ടിയ വരുമാനമാണ്, അതുകൊണ്ട് തന്നെ അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള റെസിപ്റ്റാണ്. അതുപോലെ തന്നെയാണ് അഡ്മിഷൻ ഫീസ് കിട്ടുന്നത്. അഡ്മിഷൻ ഫീസ് കിട്ടുന്നത് നമുക്ക് റവന്യൂ റെസിപ്റ്റ് എന്നും പറയാം, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും പറയാം. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അത് വ്യക്തമായിട്ട് പറയും എത്രമാത്രം അഡ്മിഷൻ ഫീസിൻ്റെ, ഈ പ്രവേശന ഫീസിൻ്റെ എത്ര ശതമാനമാണ് ക്യാപിറ്റലുള്ളത്, എത്ര ശതമാനമാണ് റവന്യൂ നേച്ചറുള്ളതെന്ന് ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര ശതമാനം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ അത്രയും ക്യാപിറ്റലൈസ് ചെയ്യപ്പെട്ട അഡ്മിഷൻ ഫീസ് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റിൽ മറ്റൊന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ വിൽക്കുക. ഇപ്പോൾ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ,
ഫിക്സഡ് അസറ്റ് നമുക്കറിയാം ക്യാപിറ്റൽ നേച്ചറുള്ളതാണ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ക്യാപിറ്റൽ നേച്ചറുള്ള ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി നേരത്തെ നമ്മളൊരു ലെഗസി റവന്യൂ നേച്ചറുള്ള ലെഗസി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചില ഭാഗം മാത്രമേ ലെഗസി ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നു പറഞ്ഞു. ഇനി ചിലപ്പോൾ ഈ ലെഗസി കിട്ടുന്നത് ദീർഘകാല അടിസ്ഥാനത്തിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ആ ലെഗസി നമുക്ക് ക്യാപിറ്റൽ നേച്ചറുള്ള ലെഗസിയാണ്, അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അപ്പോൾ ലെഗസി ക്യാപിറ്റൽ റെസിപ്റ്റും ആവാം റവന്യൂ റെസിപ്റ്റും ആവാം, അത് ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലബിന് ഒരാൾ മരണത്തിന് മുമ്പ് അയാളുടെ സ്ഥലം ക്ലബിന് ദാനം ചെയ്തു. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നൊരു ക്യാപിറ്റൽ അസറ്റ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കിട്ടിയ അസറ്റ് ആ ബിസിനസ്, ആ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ലെഗസിയാണ്. ആ ലെഗസി ക്യാപിറ്റൽ നേച്ചറുള്ള ലെഗസിയാണ്, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഗ്രാൻറ്റ് കിട്ടുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് കിട്ടുക. അങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാൻറ്റും ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് പരിഗണിക്കാം. ഇനി ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും സ്വഭാവമുള്ള ഏത് റെസിപ്റ്റിനെയും നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇനമാണ് എങ്കിൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് രണ്ട് റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമ്മൾ പറഞ്ഞു റവന്യൂ പേയ്മെൻറ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. റവന്യൂ പേയ്മെൻറ്റ്സ് അത് റെക്കറിങ് ആയിരിക്കണം, ആവർത്തിച്ച് വരുന്നതായിരിക്കണം, ചെറിയ കാലത്തേക്കുള്ള പേയ്മെൻ്റ് ആയിരിക്കണം, ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആവർത്തിച്ച് ഇപ്പം വാടക കൊടുത്തു, ആവർത്തിച്ച് കൊടുക്കണമല്ലോ, ശമ്പളം കൊടുത്തു അല്ലേ, ഫീസ് കൊടുത്തു, ടാക്സ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് റെക്കറിങ് ആയിട്ട് വരുന്നതാണ്. അതൊക്കെ റവന്യൂ പേയ്മെൻ്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട റവന്യൂ പേയ്മെൻറ്റ്സ് നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന് സാലറീസ്, വേജസ്, ശമ്പളം കൊടുക്കുന്നു, കൂലി കൊടുക്കുന്നു, ഇതൊക്കെ റവന്യൂ പേയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് ഓണറേറിയം. ഇപ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടി വരിക, ഒരു ഔട്ട്സൈഡറിനെ നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു. അയാൾക്ക് ഇവിടുന്ന് വലിയ തുകയൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്കറിയാം ഇതൊരു ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല, കച്ചവടമൊന്നും ഇല്ല, ഇവർ സേവനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇതിലൊരു പ്രോഗ്രാമിന് വരുന്ന ഒരാളിൽ അയാളും ഇവിടെ നിന്ന് വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അങ്ങനെ വന്ന ഒരാൾക്ക് നമ്മൾ ഒരു ചെറിയ തുക അയാളുടെ യാത്രാ ചെലവിനൊക്കെ ആയിട്ട് അയാൾക്കൊരു ഒരു സമ്മാനം എന്ന നിലയ്ക്ക് ഒരു ചെറിയ തുകയൊക്കെ നമ്മൾ നൽകാറുണ്ട്. അങ്ങനെ നൽകുന്ന തുകയെ നമ്മൾ വിളിക്കുന്ന പേര് ഓണറേറിയം എന്നാണ്. ഓണറേറിയം. അപ്പോൾ അത്തരത്തിലുള്ള ഓണറേറിയം, സാലറി, വേജസ് ഒക്കെ റവന്യൂ പേയ്മെൻ്റ് ആണ്. ഇനി കൺവെയൻസ് അലവൻസ്, അതുപോലെ തന്നെ ട്രാവലിംഗ് അലവൻസ്. ഇപ്പോൾ ഈ ക്ലബ്ബിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആളുകൾ പിരിവിന് പോവുക, അപ്പോൾ പിരിവിന് പോകുന്നതിന് വേണ്ടിയിട്ട് അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടാണ് പിരിവിന് പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ട്രാവലിംഗ് അലവൻസ് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു, അത് ഒരു റവന്യൂ പേയ്മെൻ്റ് ആണ്. ഇനി ക്ലബിലുള്ള ഒരു അംഗത്തിൻ്റെ ഏതെങ്കിലും ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാഭേതര ബിസിനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ലബിലെ അംഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ അംഗത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ കൊടുത്താൽ അതൊരു ട്രാവലിംഗ് എക്സ്പെൻസ് ആണല്ലോ. ആ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഈ ലാഭേതര ബിസിനസ്സിൻ്റെ ഒരു റവന്യൂ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി അതുപോലെ തന്നെ ഇതൊരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് റെൻറ്റ് കൊടുത്താൽ, ടാക്സ് കൊടുക്കുന്നത്, ഇൻഷുറൻസ് കൊടുക്കുന്നത്, കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുക്കുന്നത്, പ്രിൻറ്റിങ്ങിന് വേണ്ടി പൈസ ചിലവായി കഴിഞ്ഞാൽ, സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി ചിലവാകുന്ന പൈസ, അതുപോലെ തന്നെ തപാൽ ചിലവിന് വേണ്ടി പോസ്റ്റേജ് ചാർജസ് വേണ്ടി വരും ഒക്കെ. ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ റിപ്പയറുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, ഇനി ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണെങ്കിൽ അതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സ്പോർട്സ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പയറിനൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റവന്യൂ നേച്ചറുള്ള പേയ്മെൻ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ, ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങുക, സ്പോർട്സ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണെങ്കിൽ അവരൊരു സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു, ആ സ്പോർട്സ് മീറ്റിന് ചെറിയ ചെറിയ തുക ചിലവ് വരുന്നു, ആ ചിലവ് വന്ന തുക റവന്യൂ നേച്ചറുള്ള പേയ്മെൻ്റായിട്ട് പരിഗണിക്കാം. അതുപോലെ തന്നെ
ഈ ക്ലബ്ബിലെ അംഗങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡിന്നർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന തുക നമുക്ക് ഈ റവന്യൂ നേച്ചറുള്ള പേയ്മെൻ്റായിട്ട് പരിഗണിക്കാം. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ചെറിയ ചെറിയ ഹ്രസ്വകാലത്തേക്ക് വായ്പകൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ദീർഘകാല വായ്പയല്ല, ഹ്രസ്വകാലത്തേക്ക് ബാങ്കുകളിൽ നിന്ന് ഏതെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വായ്പയ്ക്ക് പലിശ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് റവന്യൂ നേച്ചറുള്ള ഒരു പേയ്മെൻറ്റാണ്. അപ്പോൾ ഇതുപോലെ ഹ്രസ്വകാലത്തേക്ക് ആവശ്യമായിട്ട് വരുന്ന പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. ഈ റവന്യൂ പേയ്മെൻറ്റ് പോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഘടകമാണ് അവിടെ വരേണ്ടത് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ വരേണ്ട മറ്റൊരു ഐറ്റം ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്? ക്യാപിറ്റൽ പേയ്മെൻറ്റ് നമുക്കറിയാം, ദീർഘകാലത്തേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള തുകയാണ്. പേയ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദി കറണ്ട് ഇയർ, കൊടുക്കുന്നത് ഇപ്പോഴായിരിക്കും. ബട്ട് ദ ബെനിഫിറ്റ് ഫ്രം ദാറ്റ് പേയ്മെൻറ്റ് വിൽ ബി ഡിറൈവ്ഡ് ഇൻ ഫ്യൂച്ചർ ഇയർ. അതിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്നത് ഭാവിയിലുള്ള വർഷങ്ങളിലായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് അവിടെ വരുന്നത് നമുക്ക് നോക്കാം. ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ്, ഗ്രൗണ്ടുകൾ നിർമ്മിക്കുക. ഇപ്പം വലിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ വലിയ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചിലവ്, അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എക്സ്പെൻസ്, ഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ എക്സ്പെൻസ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഫർണിച്ചറുകൾ വാങ്ങുക, കമ്പ്യൂട്ടർ വാങ്ങുക, അതുപോലെ തന്നെ ഓഫീസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുക, അതുപോലത്തെ ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി ചിലവായ തുക ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻ്റ്. പർച്ചേസ് ഓഫ് ബുക്സ് ഫോർ ലൈബ്രറിക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ്. ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാന ഉദ്ദേശം ഒരു വായനശാലയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥാലയമാണ്, ലൈബ്രറി ആണ് എങ്കിൽ ആ ലൈബ്രറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്കുള്ളതല്ല. ആ പുസ്തകം ലൈബ്രറിയുടെ കാലാകാലം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി ലൈബ്രറിക്ക് ചിലവായ തുക ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻ്റ് ആയിട്ട് പരിഗണിക്കാം. അതേപോലെ തന്നെ ലോണായിട്ട് ആർക്കെങ്കിലും, ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വരുമാനം തുക കിട്ടി, ഒരു വലിയ തുക കിട്ടി, ആ തുക ഒന്നുകിൽ ക്ലബ്ബിലെ അംഗങ്ങൾക്ക് തന്നെ ലോണായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ വേറെ ആർക്കെങ്കിലും ലോണായിട്ട് ദീർഘകാലത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും അത്തരത്തിലുള്ള അഡ്വാൻസ് ഓർ ലോൺ പെയ്ഡ് ടു ഔട്ട്സൈഡർ, അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻ്റ് ആണ്. മറ്റൊന്ന് സ്പോർട്സ് ഗുഡ്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുക. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാവശ്യമായിട്ടുള്ള കിറ്റുകൾ വാങ്ങുക, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാവശ്യമായിട്ടുള്ള അതിൻ്റെ ഗോൾ പോസ്റ്റ് സ്ഥാപിക്കുക, ഹോക്കി സ്റ്റിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, ട്രാക്ക് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാലം കൊണ്ട് തീരുന്നതല്ലല്ലോ, അതൊക്കെ കുറേ കാലം നിലനിൽക്കുന്ന ആസ്തികളാണ്. ഇത്തരത്തിലുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി ചിലവാക്കിയ തുകയും ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ തരത്തിൽ ദീർഘകാലത്തേക്കുള്ള ഉദ്ദേശത്തോടു കൂടി ചിലവഴിച്ച ഏത് തുകയെയും നമുക്ക് ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഐറ്റംസ്. ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പ്രധാനപ്പെട്ട ഐറ്റംസ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സുമാണ്. റെസിപ്റ്റിനെ തന്നെ നമ്മൾ രണ്ട് തരം റെസിപ്റ്റ് ആണെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും. പേയ്മെൻറ്റിലും അതുപോലെ തന്നെ രണ്ട് തരം പേയ്മെൻറ്റ് പറഞ്ഞു, റവന്യൂ പേയ്മെൻറ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും. റവന്യൂ റെസിപ്റ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പേയ്മെൻറ്റ് സൈഡിലുള്ള ഐറ്റംസ് എടുത്താൽ റവന്യൂ പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാം. ഫൈനലി എന്തൊക്കെയാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, അതിന് പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് ഇന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സവിശേഷതകൾ എന്ന് നമ്മൾ കണ്ടു. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ
അവരാദ്യം പ്രിപ്പയർ ചെയ്യേണ്ട റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ കണ്ടു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, അതുപോലെ അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. അടുത്ത എപ്പിസോഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന വിശദീകരണമായിട്ട് വരാം. നന്ദി.